നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിഫ്റ്റി 50യുടെ മൂവാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ വരച്ചേച്ച പ്രീവിയസ് ഡേയിലെ ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു ഇത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ റെഡ് ക്യാൻഡിൽ ഒരെണ്ണം നമ്മൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് ഫോം ചെയ്തു. അതിനുശേഷം മുകളിലത്തെ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തു. ചെറിയൊരു പുൾ ബാക്ക് വന്നതിന് ശേഷം അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഇപ്പോൾ ബ്രേക്കിംഗ് നടത്തി മുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ടോട്ടൽ മൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ 0.5% ഒരു മൂവാണ്, അതായത് 142 പോയിൻറ്റിൻ്റെ മൂവാണ് നിഫ്റ്റി 50 നടത്തിയിട്ടുള്ളത്. എല്ലാം പറയുമ്പോഴും മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് ഏകദേശം അതേ ഭാഗത്ത് തന്നെ വന്ന് ക്ലോസിംഗ് ആണ് തന്നിരിക്കുന്നത്. എന്നിരുന്നാലും മാർക്കറ്റിൻ്റെ പോകാനുള്ള താല്പര്യം നമുക്ക് കാണാൻ കഴിയുന്നത് മുകളിലേക്കാണ്. അപ്പോൾ ഈ രീതിയിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് വലിയ രീതിയിൽ മുകളിലേക്ക് ഇനി മൂവ് ചെയ്തേക്കാം എന്നൊരു തോന്നലാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ലൈനാണ് എന്ന് സങ്കല്പിച്ചാൽ നമ്മൾ താഴത്തെ പ്രൈസ് ഉള്ളപ്പോൾ മുകളിൽ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മളെല്ലായ്പ്പോഴും ഈ റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ പ്രൈസ് മുകളിൽ നിന്ന് ഈ കാണുന്ന പോലെ താഴത്തേക്ക് വരുന്ന കണ്ടീഷനാണ് നമ്മൾ കാണുന്നതെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ ഈ താഴത്തുള്ള സപ്പോർട്ട് ലൈനിൽ നിന്ന് ബൈ ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താണോ നിലവിലെ ട്രെൻഡ് അത് നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യാറില്ല, മറിച്ച് ആ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും തന്നെ ട്രേഡ് എടുക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു സ്ഥാപനം നടത്തിയ പഠനത്തിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 10 വർഷത്തെ US മാർക്കറ്റിലുള്ള വിവിധങ്ങളായ സ്റ്റോക്കുകളിൽ 10 വർഷത്തെ ഡാറ്റ എടുത്ത് പഠിച്ചതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ട്രെൻഡ് ഫോളോവിങ് സ്ട്രാറ്റജി പർട്ടിക്കുലർ സ്റ്റോക്കുകളിൽ, അത് ഏത് സ്റ്റോക്കായിക്കോട്ടെ, ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാക്സിമം കിട്ടാവുന്ന ബാക്ക് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 54% വിൻ റേഷ്യോ ആണ്. എന്നാൽ ട്രെൻഡിന് എഗെയിൻസ്റ്റ്, അതായത് റിവേഴ്സൽ ട്രേഡുകൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 72% ആണ്. അപ്പോൾ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ആൾക്ക് 54%, ട്രെൻഡിന് എഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് 72% എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു വ്യത്യാസം മോർ ദാൻ അല്ലെങ്കിൽ 20%-അടുത്താണ്. അപ്പോൾ അത്ര വലിയൊരു വ്യത്യാസം ട്രെൻഡ് ഫോളോ ചെയ്യുന്നതും റിവേഴ്സൽ ട്രേഡിങ്ങും തമ്മിലുണ്ടെങ്കിൽ ആ വലിയ വ്യത്യാസം ഏത് സൈഡിലേക്കാണുള്ളത് അത് തന്നെ നമ്മളും ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പഠിക്കുന്ന ഒരു 100 ദിവസം കൊണ്ടോ 200 ദിവസം കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ടൈം മുഴുവൻ ഇതാണ് നമുക്ക് ഏകദേശം ഒരു 40%-ന് മുകളിൽ വിൻ റേഷ്യോ തരുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നമുക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മാസ്റ്റർ ആകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 5ഓളം സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കുകൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ദിവസമാണെങ്കിലും നമ്മൾ ട്രേഡ് എടുക്കാത്ത ദിവസമാണെങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഫോർവേഡ് ടെസ്റ്റിംഗ് എല്ലാ ദിവസവും നമ്മുടെ സ്ട്രാറ്റജിയുടെ പുറത്ത് നടത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കണം. ഒപ്പം ഇതിനകത്ത് എങ്ങനെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് നടത്തണം, റിസ്ക് റിവാർഡ് എങ്ങനെ ചെയ്യണം മുതലായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഈ കൂടെ കൂടാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ സ്റ്റോക്കുകളിൽ ഇന്ന് നടന്നിട്ടുള്ള പ്രൈസ് ആക്ഷൻ എന്താണ് എന്നൊന്ന് നോക്കാം. ഫസ്റ്റ് NTPC നമ്മളിന്ന് ഈ കാണുന്നത് പോലെ ഓപ്പൺ ചെയ്തേക്കുന്നത് ഈ ഒരു പ്രൈസിലാണ്. നമ്മൾ പറഞ്ഞു താഴത്തേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തെ സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്തു. താഴത്തേക്ക് വരുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ സപ്പോർട്ടിൽ ബൈ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മൾ ചെയ്യുന്നത് ഈ പോയിൻറ്റിൽ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് 0.5%-ൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ടാവും. നമ്മൾ എല്ലായ്പ്പോഴും 0.5%-ആണ് സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത്. ടാർഗറ്റ് 1%-ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോഴാണ് നമ്മൾക്ക് 1:2 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. നമുക്കിവിടെ കാണാം അതിന് മുന്നേ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് ലൈൻ ഉണ്ട്, അതിൽ ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം 1:1-ന് മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. തിരികെ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഇന്ന് ഈ സ്റ്റോക്കിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് ലോസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി ഏതെങ്കിലും ഒരാൾ
ഈ ഒരു ഏരിയ മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നത് ഏകദേശം 11:55 കൂടെ സെല്ലിംഗ് സൈഡ് എൻട്രിയാണ് അയാൾക്ക് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കിന്ന് മാർക്കറ്റിൻ്റെ ലോ വരെ ഏകദേശം 1.5, അതായത് നിയർ ടു 1:3 റിസ്ക് റിവാർഡ് അയാൾക്ക് അവിടെ കിട്ടാനുള്ളൊരു സാധ്യത ഇന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BPCL. BPCLൽ നമ്മൾ പറഞ്ഞു ഓപ്പൺ ചെയ്യുന്നിടത്തുനിന്ന് നിയറസ്റ്റ് റെസിസ്റ്റൻസ് എവിടെയാണ്. ഇത് വളരെ വേഗത്തിൽ കടന്നു പോകുന്നതുകൊണ്ട് ഒരു പക്ഷേ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നമ്മളിന്ന് സെല്ലിംഗ് സൈഡ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കണമെന്ന് പറയാനൊന്നുമില്ല. നമുക്ക് ടാർഗറ്റിൻ്റെ മേഖലയിലേക്ക് പിന്നെ മാർക്കറ്റ് വന്നിട്ടേ ഇല്ല. മറിച്ച് 0.5% സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇമ്മീഡിയറ്റ്ലി തന്നെ ഹിറ്റ് ചെയ്യും. അപ്പോൾ 2 സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ വാച്ച് ചെയ്തു. രണ്ടിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പവർ ഗ്രിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് കാണുന്നത് പോലെ തന്നെ വളരെ വേഗത്തിൽ താഴത്തേക്ക് കടന്നു. അതിന് ശേഷം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ വരെ മാർക്കറ്റ് വന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു സെൽ എൻട്രി എടുക്കാൻ അവസരം ഇത് ഒരിക്കലും തരാതെ തന്നെ താഴത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ താഴത്തെ സപ്പോർട്ട് ലൈനിൽ വന്ന് ടച്ച് ചെയ്തേക്കുന്നത് 12 മണിയോട് കൂടിയാണ്. ഇവിടെ പോയിട്ട് നമ്മൾ ചെയ്യുക റിവേഴ്സൽ എൻട്രി എന്ന് പറയുമ്പോൾ ഇവിടെ ബൈ ആയിരിക്കും ചെയ്യുന്നത്. ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ഇത് ടാർഗറ്റിലേക്ക് വന്നിട്ടേ ഇല്ല, മറിച്ച് ഇത് താഴത്തേക്ക് തന്നെ പോയി. സോ ദാറ്റ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കിന്ന് റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഹിറ്റ് ചെയ്യുക. അപ്പോൾ 3 നമ്മളിപ്പോൾ വാച്ച് ചെയ്തു. അത് 3ലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും കിട്ടുക. ഇനി വിപ്രോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു, താഴത്തെ സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമ്മൾ ആസ് എ റിവേഴ്സൽ ട്രേഡർ താഴത്തെ സപ്പോർട്ടിൽ നിന്ന് ബൈ എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്റ്റോപ്പ് ലോസിലേക്ക് അത് മൂവ് ചെയ്തിട്ടില്ല, മറിച്ച് ഹ്യൂജ് മൂവാണ് മുകളിലേക്ക് തന്നേക്കുന്നത്. അതായത് 2.75ൻ്റെ ഒരു മൂവാണ് എൻട്രി പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഹൈ വരെ തന്നിട്ടുള്ളത്. അതായത് 1:5 റിസ്ക് റിവാർഡിന് മുകളിൽ ആ ഒരൊറ്റ ട്രേഡ് തന്നെ തരുന്ന മൂവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ദാറ്റ് ഇന്നത്തെ ഫസ്റ്റ് 4 ആദ്യത്തെ റിസ്ക് റിവാർഡ് പോസിറ്റീവ് തന്നിട്ടുള്ള ട്രേഡാണ് വിപ്രോയിൽ. ഇനി ONGC നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റിന് വലിയ മൊമെൻറ്റം ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് തന്നെ അടുത്തൊരു ദിവസം നാളെ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊന്നും മാർക്കറ്റിനെ വാച്ചും ചെയ്യുന്നില്ലായിരുന്നു. ഏകദേശം നമ്മൾ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് മാർക്കറ്റിന് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. മാർക്കറ്റ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വോളിയം കയറി വരുന്നത് പോലെ കണ്ടിരുന്നു. അത് കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരൊറ്റ ക്യാൻഡിലിൽ 1.5 മില്യൺ വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഹ്യൂജ് വോളിയം തുടക്കത്തിൽ തന്നെ ഇന്ന് ഉണ്ടായിരുന്നു എന്നത് കണ്ടപ്പോഴാണ്. അപ്പോൾ വോളിയം ഉണ്ടെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ 1% എങ്കിലും മൂവ് തന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ അതിനകത്ത് 1%ൻ്റെ പ്രോഫിറ്റ് റിസ്ക് റിവാർഡ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചത്. പക്ഷേ കാലത്ത് തന്നെ മാർക്കറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 1 സൈഡഡ് മൂവ് തന്നെ അത് 1% എബോ 2.29% മൂവ് ചെയ്തത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മളെന്നാൽ ഇന്നൊരു എൻട്രി എടുക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ട്രേഡ് നമ്മൾ കാലത്തെ എടുക്കാൻ വേണ്ടി ഇരുന്നെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, താഴത്തെ സപ്പോർട്ട് ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അങ്ങനെ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ സെക്കൻഡ് ടാർഗറ്റാണ് ഇന്നത്തെ ഡേ ഹൈ. അതിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ 2.5% ചേഞ്ചാണ് അങ്ങോട്ട് കൊടുത്തേക്കുന്നത്. അതായത് 1:5 റിസ്ക് റിവാർഡ് കിട്ടുന്നൊരു എൻട്രിയാണ് അവിടെ കിട്ടാമായിരുന്നത്. എന്നാൽ നമ്മളിന്ന് അത് നോക്കിയില്ല എന്നതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ കാണുന്ന സമയത്ത് ഈ ഒരു മൂവ് ഡൗൺ സൈഡ് മൂവ് അത് കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ ഹൈയിൽ നിന്ന് ഈ സ്വിംഗ് ലോ വരെ 1.19%, അതായത് മോർ ദാൻ 1% ഡൗൺ സൈഡ് മൂവ് കൊടുക്കുന്ന കണ്ടപ്പോൾ നമ്മൾ നിങ്ങളോട് മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കൂടെ നമ്മളിവിടെ അപ്ലൈ ചെയ്തു. അതിതാണ്, ഒരു 2 സപ്പോർട്ട് ലൈനുകൾക്കിടയിൽ മാർക്കറ്റ് റിവേഴ്സ് ആകാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ 2 സപ്പോർട്ട് ലൈനുകളുടെ കൃത്യം മധ്യഭാഗമാണ്. ഈ മധ്യഭാഗത്ത് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഇന്ന് റിവേഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ ഈ പുൾ ബാക്കിന് ശേഷം വീണ്ടും ഒരു റീടെസ്റ്റ് ഇവിടെ വരാം. അങ്ങനെ റീടെസ്റ്റ് വന്നാൽ അവിടുന്ന് വീണ്ടും ഒരു നല്ല ഫോൾ താഴത്തേക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് നമ്മളുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ
ഓർഡർ പ്ലേസ് ചെയ്തിരുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്രൈസിലാണ്, അതായത് 249.20. ഈ പ്രൈസ് എന്ന് പറയുന്നത് ഈ സ്വിംഗ് ഹൈ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ അന്നേരം എടുത്തു വെച്ചതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാം. ഇതാണത്. ഈ സ്വിംഗ് ഹൈയിൽ നമ്മളിവിടെ 249.20 ഇവിടെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഏകദേശം അതിൻ്റെ സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ 11:45 കൂടിയാണ് നമ്മുടെ എൻട്രി ഹിറ്റാകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വരെ പോയി. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത്, രണ്ട് കാര്യങ്ങളിൽ നമുക്കുണ്ടായിരുന്ന കോൺഫിഡൻസിൻ്റെ പുറത്താണ് ആ എൻട്രി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ ഞാനൊന്ന് വിശദീകരിക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെ വരെയാണ്. അതായത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അത് 0.5% ആണ്. ഇപ്പോൾ നിങ്ങൾക്കിതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ എൻട്രി ഇട്ടേച്ച പോയിന്റിൽ നിന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് 250.42 ആണ്. എന്നാൽ നമ്മളുടെ റെസിസ്റ്റൻസ് ലൈൻ അതിന് മുന്നേ ഉള്ളത് 250.29 ഇന്നത്തെ ഡേ ഹൈ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 250.40 അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് കണ്ടല്ലോ 250.45. നമ്മുടെ ഇന്നത്തെ സ്റ്റോക്കിൻ്റെ ഹൈ വന്നിട്ടുള്ളത് 250.40. അതായത് ഏകദേശം 5 പൈസയുടെ അടുത്ത് വരെ മാർക്കറ്റ് എത്തി. എന്നിരുന്നാലും ഇവിടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യില്ല എന്നൊരു തോന്നൽ അപ്പോൾ തന്നെ നമ്മൾ ഇത് മെഷർ ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് നമ്മളിവിടെ എൻട്രി എടുക്കാൻ വേണ്ടി വെച്ചത്. എന്നാൽ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബെസ്റ്റ് പ്ലേസ് നമുക്ക് എൻട്രി എടുക്കുക എന്നുള്ളത് കൃത്യമായ ഈ ഒരു ലൈൻ, സപ്പോർട്ട് ആയിക്കോട്ടെ റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, ആ പ്രൈസിൽ തന്നെ എൻട്രി എടുക്കുന്നതാണ് നല്ലതെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ കുറച്ച് റിസ്കി ട്രേഡ് ആണ് എങ്കിൽ പോലും അത് ഹിറ്റ് ചെയ്യില്ല എന്ന ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റിൽ നോക്കിക്കണ്ട ഒരു കോൺഫിഡൻസിൻ്റെ പുറത്തങ്ങ് എടുത്തതാണ്. അത് നമ്മൾ കണ്ടതും നമ്മൾ വിശ്വസിച്ചതും ഒക്കെ ശരിയാണ് എന്ന രീതിയിൽ തന്നെ ഇന്ന് മാർക്കറ്റ് അതിനെ ബഹുമാനിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് വരെ ചെന്നുവെങ്കിലും ഈ റേഞ്ചിനെ ഒന്നും ബ്രേക്ക് ചെയ്ത് പോയില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം മാർക്കറ്റ് ഫോള് തന്നു. 1:1 പിന്നെ നമ്മൾ മാർക്കറ്റ് ട്രയൽ ചെയ്തു. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. മാർക്കറ്റ് പിന്നീട് നമ്മുടെ ടാർഗറ്റിന് തൊട്ടടുത്ത് വരെ എത്തിയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആയതിന് ശേഷം നിങ്ങളിവിടെ കാണുന്നത് 0.5% നമ്മുടെ എൻട്രി പോയിൻറ്റിൽ നിന്ന് താഴത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മളിവിടെ ഈ കാണുന്ന നമ്മുടെ മുകളിലുണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ട്രയൽ ചെയ്തു വെച്ചു. അത് പിന്നീട് വന്ന് ഹിറ്റ് ചെയ്തതാണ് ഏകദേശം ഈ ഒരു സമയത്തോടുകൂടെ 2:17 അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ 2:15 ക്യാൻഡിലിൽ അത് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 1:1 എന്ന് റിസ്ക് റിവാർഡ് കിട്ടി, 225 രൂപ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ആ ഒരു ട്രേഡ് ഉള്ളത്. അപ്പോൾ ഇത്രയും ദിവസം കണ്ടിരുന്ന ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഈ ഒരു റിസ്ക് നമ്മൾ ഇന്ന് എടുത്തത്. എനിവേ നമ്മൾ ഇവിടെ ഇട്ടിരുന്നു എങ്കിൽ ആക്ച്വലി ചെയ്യേണ്ടത് ഇവിടുന്ന് സെല്ലാണ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് സെല്ല് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. പിന്നീട് ഇതിൻ്റെ ലോ വരെ നോക്കിക്കഴിഞ്ഞാൽ 1.25% ഉണ്ട്. അതായത് നമുക്ക് കൃത്യമായ 1:2 റിസ്ക് റിവാർഡ് 1%ൻ്റെത് കിട്ടുമായിരുന്നു. എനിവേ കുഴപ്പമില്ല, നമ്മളിവിടെ ഒരു 0.5% റിസ്ക് എടുത്തു. ആ റിസ്ക് കുറച്ച് നമ്മളിന്ന് ട്രയൽ ചെയ്ത് 1 പോർഷൻ മാത്രം എടുത്ത് എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കണ്ടു നമ്മൾ 5 സ്റ്റോക്കുകളിൽ 2 നമുക്ക് ഇന്ന് 1:2 റിസ്ക് റിവാർഡ് തരുമായിരുന്നു. ബാക്കിയുള്ളത് സ്റ്റോപ്പ് ലോസും തരുമായിരുന്നു. അപ്പോൾ ഈ 2 വിപ്രോയിൽ നമ്മൾ കണ്ടു 1:5 ആണ് അത് റിസ്ക് റിവാർഡ് തരുമായിരുന്നത്. ഒപ്പം തന്നെ നമ്മൾ കണ്ടു ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ സപ്പോർട്ടിൽ നമുക്ക് എൻട്രി കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ ഈ സ്റ്റോക്ക് നമുക്ക് 1:5 തരുമായിരുന്നു. അപ്പോൾ നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് നമ്മൾ കണ്ടു തീരെ ചെറുതാണ്, 0.5% ആണ്. അതിന് അഗെയിൻസ്റ്റ് 2%, 2.5% റിസ്ക് റിവാർഡ് കിട്ടുക മീൻസ് 1:5 ടൈംസ്
നമ്മൾ വെച്ച റിസ്കിൻ്റെ 5 ടൈംസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഇത് നല്ലൊരു ട്രേഡിംഗ് സ്റ്റൈലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചാനലിൽ നമ്മൾ ഏകദേശം 4-5 സ്ട്രാറ്റജികൾ വിവിധങ്ങളായിട്ടുള്ള ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ റിസൾട്ട് നമുക്ക് തന്നിട്ടുള്ളതും നമുക്ക് കുറച്ച് കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരു മെത്തേഡായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇതായതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ സ്റ്റൈല് പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 200 ദിവസം നോക്കിക്കഴിഞ്ഞാൽ പല വിധത്തിലുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു സെക്കൻഡ് ഇയറിലേക്ക് കടന്നിട്ട് 34 ദിവസമായി മറ്റൊരു സ്ട്രാറ്റജിയും നമ്മൾ നോക്കിയിട്ടില്ല. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതെല്ലാം തന്നെ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരമാണ്. അപ്പോൾ റിവേഴ്സൽ ട്രേഡിംഗ് എന്നോ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എന്നോ ഒക്കെ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ ഇന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം നമ്മൾ ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സ് വന്നിട്ടുള്ളത് 8 ദിവസമാണ്. ഈ 8 ദിവസത്തിൽ നമുക്കിവിടെ കാണാം 4 ദിവസം പ്രോഫിറ്റും 4 ദിവസം ലോസുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, മാർക്കറ്റ് ചെറിയ മൂവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 1:2 റിസ്ക് റിവാർഡിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ദിവസം നമുക്ക് 1:1 താഴെയാണ് കിട്ടിയത്. ഈ ഒരു ദിവസം ഇന്നലെ നോക്കിക്കഴിഞ്ഞാലും 1:1 താഴെയാണ് കിട്ടിയത്. ഇന്ന് 1:1 നമ്മൾ പിന്നെ അങ്ങ് എടുക്കുകയായിരുന്നു. ഒരു ദിവസം മാത്രമേ 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 50% വിൻ റേഷ്യോ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ അതും 1:2 കൃത്യമായി എല്ലാ ദിവസവും കിട്ടിയിട്ടില്ല എങ്കിലും നെറ്റ് നമ്മളിപ്പോൾ പ്രോഫിറ്റിലാണുള്ളത്. വളരെ തുച്ഛമായതാണെങ്കിലും നമ്മൾ ലോസിലല്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം വന്ന് തുടങ്ങുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് നോക്കി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഡെയിലി ക്യാൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പക്ഷേ ഇന്ന് നല്ല രീതിയിൽ വോളിയം വന്ന് തുടങ്ങിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യെസ്, നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വോളിയം വളരെ പരിതാപകരമായിരുന്നു. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിൻ്റെ വലിപ്പത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇവിടം മുതൽ ഇന്നലെ വരെയുള്ള ക്യാൻഡിലുകളിൽ ബഹുഭൂരിപക്ഷം ക്യാൻഡിലും വളരെ ചെറിയ ക്യാൻഡിലുകളാണ്. 1% കഷ്ടി ഇല്ല 1.5% മാത്രം. 2% മൂവ് ചെയ്ത ദിവസങ്ങളെ ഈ അടുത്ത ഭാവിയിലില്ല, അടുത്ത ദിവസങ്ങളിലില്ല. അപ്പോൾ ഇന്ന് വന്നിട്ട് അത് 2% എബോവ് മൂവ് ചെയ്തിട്ടുണ്ട്. കാരണം മറ്റൊന്നുമില്ല, ഇന്ന് നല്ല രീതിയിൽ വോളിയം കയറി വന്നിട്ടുണ്ട്. 20.84 മില്യൺ വോളിയം ഇന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ അത് വെറും 7 ആയിരുന്നു. അപ്പോൾ ഏകദേശം 3 ഇരട്ടിയോളം വോളിയം കയറി വന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ആവറേജ് ട്രൂ റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഏത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യണമെന്ന് നോക്കാറുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആവറേജ് ട്രൂ റേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമായിരുന്നു. ഈ ഒരു ദിവസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് ലാസ്റ്റ് 14 ഡേയ്സിൽ ഇത് 7 ആയിരുന്നു എങ്കിൽ ഇവിടെ വന്നപ്പോൾ അത് 4 ആയി, ഏകദേശം പകുതിയിലേക്ക് താഴ്ന്നു. ഇന്നത് വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. സോ ദാറ്റ് അപ്പോൾ ഈ 5 താഴെ ഈ കഴിഞ്ഞ സമയങ്ങളിലൊന്നും അതങ്ങ് പോയിട്ടില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ അത് 5 7 ഒക്കെ മുകളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആവറേജ് റേഞ്ച് ഒരു 2% മുകളിൽ ഉണ്ടെങ്കിലാണ് നല്ല രീതിയിലുള്ള റിസ്ക് റിവാർഡ് നമുക്ക് ട്രേഡിൽ കണ്ടെത്താൻ കഴിയുന്നത്. സോ ദാറ്റ് ഇപ്പോൾ മാർക്കറ്റ് അതിനുവേണ്ടി പരുവപ്പെട്ടു വരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. എനിവേ, ഇതിനകത്ത് സ്ട്രാറ്റജി അല്ല പ്രധാനം. നമ്മളെല്ലാ വീഡിയോയ്ക്കകത്ത് പറയാറുള്ളതാണ്. സ്ട്രാറ്റജിയേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പൊസിഷൻ സൈസിങ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ എല്ലാ ദിവസവും തന്നെ ഈ ദിവസം നമ്മൾ എടുത്തേക്കുന്ന 186 ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. അതായത് നമ്മുടെ അക്കൗണ്ടിൽ മൊത്തം ഉണ്ടായിരുന്ന ഇന്ന് കാലത്തെ ട്രേഡിങ്ങിന് വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 18,000 രൂപയ്ക്ക് മുകളിലുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി പോർഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത്രയും ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ 9,000 ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിലുള്ള മൊത്തം തുകയുടെ പകുതി മാത്രമേ നമ്മളൊരു ട്രേഡിൽ ഡിപ്ലോയ് ചെയ്യാറുള്ളൂ. ഇനി ഏത് ട്രേഡ് എടുത്താലും നമ്മളത് ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് വെക്കാറുള്ളത്. അത് നിങ്ങൾക്ക് കാണാം. എൻട്രി എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റോപ്പ് ലോസും പ്ലേസ് ആവുന്നുണ്ടാവും, ടാർഗറ്റും പ്ലേസ് ആവുന്നുണ്ടാവും. മാർക്കറ്റ് വലിയ രീതിയിൽ എങ്ങോട്ട് മൂവ് ചെയ്താലും ഒന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടണം. അത് നമുക്ക് കൃത്യമായി കിട്ടണം. 1% കൂടുതൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. 1% കൂടുതൽ ഇപ്പോൾ
നമ്മൾ ടാർഗറ്റ് എടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് കൃത്യമായൊരു കണക്ക് കിട്ടാൻ വേണ്ടി ഈ ഒരു 34 ദിവസമാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. 200 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ അങ്ങനെ മാത്രമേ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് ശേഷം ഇനി അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ചില ദിവസങ്ങളിൽ ഇവിടെ 1:7 വന്നിട്ടുണ്ട്, 1:3 വന്നിട്ടുണ്ട്, ഇത് 1:3 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്കൊരു മാത്തമാറ്റിക്സ് ഇതിനകത്തുനിന്ന് കണ്ടെത്താനുണ്ട്. അത് 200 ദിവസത്തേക്ക് എത്തിയതിന് ശേഷം, കടന്നതിന് ശേഷം നമ്മൾ നിങ്ങളോട് പറയുന്നുണ്ടാവും. അതനുസരിച്ച് പിന്നെ നമുക്ക് ഈ ട്രേഡുകളുടെ വലിപ്പം, അതായത് നമ്മുടെ റിസ്ക് റിവാർഡിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. നമ്മൾ നമ്മുടെ കണക്ക് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിതിനു മുമ്പ് കേട്ടിട്ടുണ്ടാകും, 40% വിൻ റേഷ്യോ ആണ് നമുക്കൊരു മാസം കിട്ടുന്നതെങ്കിൽ ഈ രീതിയിൽ 1:2 റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 10% നെറ്റ് പ്രോഫിറ്റ് ആ മാസം കിട്ടുന്നുണ്ടാവും. മനസ്സിലാക്കുക, ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ട്രേഡേഴ്സ് എല്ലാവരും, മികച്ച ട്രേഡേഴ്സ് എല്ലാവരും പറയുന്നത് ആവറേജ് 10% നല്ല റിട്ടേൺ ആണ് ഓപ്ഷൻസിൽ അവർക്കതാണ് കിട്ടുന്നതെന്നാണ്. എന്നാൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ മാസം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ട്രേഡ് ചെയ്തിട്ട് 50%-ൽ നമുക്ക് 50% വിൻ റേഷ്യോയിൽ നമുക്ക് 20%-ൻ്റെ പ്രോഫിറ്റാണ് കിട്ടിയത്. അതായത് ഓപ്ഷൻസ് നല്ലപോലെ ചെയ്യുന്ന ആൾക്കാർ 10% ആവറേജ് റിട്ടേൺ എടുക്കുമ്പോൾ നമുക്കതിൽ കൂടുതൽ ഇവിടെ കിട്ടുന്നുണ്ട് എന്നർത്ഥം. എന്ന് മാത്രമല്ല 50% വിൻ റേഷ്യോ വരുന്നുണ്ടെങ്കിൽ 20 ദിവസം ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പറയുന്ന രീതിയിൽ 1:2 റിസ്ക് റിവാർഡ് എടുത്താണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് കൃത്യമായി 25% ആണ് നെറ്റ് പ്രോഫിറ്റ് ആ മാസം കിട്ടേണ്ടത്. ഇനി 60% വിൻ റേഷ്യോ കിട്ടുന്ന ഒരാൾക്കാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെയും ഭയങ്കരമായ കൂടുതൽ പ്രോഫിറ്റിലേക്ക് കിട്ടുന്നുണ്ടാകും. അത് എത്രയാണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ആ കാൽക്കുലേഷൻ ഇതാണ്. 60% വിൻ റേഷ്യോ കിട്ടുന്ന ഒരാൾക്ക് 20 ദിവസം ട്രേഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു മാസം എങ്കിൽ 60% വിൻ എന്ന് പറയുമ്പോൾ 12 ദിവസം അയാൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 12 ദിവസം 5 ടൈംസ് ലിവറേജും കൂടെ കൂട്ടുമ്പോൾ 12 × 5 60% നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോസ് സംഭവിച്ചിട്ടുള്ള ദിവസം 8 ആണ്. ഈ 8 ദിവസം 2.5% വെച്ചിട്ട് ലോസ് സംഭവിച്ചു, അതായത് 20% ലോസ്. അപ്പോൾ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 60 പ്രോഫിറ്റിൽ നിന്നും 20 ലോസ് കുറച്ചിട്ട് 40%-ൻ്റെ വിന്നായിരിക്കും ആ ഒരാൾക്ക് ആ മാസം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 40% വിൻ റേഷ്യോ ആണെങ്കിൽ 10%-ഉം 50% വിൻ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ 25%-ഉം. ഇനി അത് 60% വിൻ റേഷ്യോ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 40% പെർ മന്ത് പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. ഇനി കഴിഞ്ഞ 200 ദിവസത്തിൽ നമ്മൾ ബാക്ക് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ചെയ്തു തുടങ്ങിയതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ നിന്നാണ്. 55% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാസം നമുക്ക് 57% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സ് ഓർഡർ ബ്ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 63% വരെയൊക്കെ വിൻ റേഷ്യോ കയറി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം 42%, അപ്പോൾ നെറ്റ് റേഷ്യോ 56%-ആയിട്ട് കയറി വന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ ട്രേഡിംഗ് ശൈലിയോട് ഇണങ്ങി നമ്മൾ എക്സ്പെർട്ട് ആകുന്ന സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞ ആ സ്ഥാപനം ചെയ്തതുപോലെ 72% വരെയാണ് റിവേഴ്സൽ ട്രേഡിങ്ങിന് വിൻ റേഷ്യോ കിട്ടുന്നതായിട്ടാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു 50-ഉം ഒരു 60-ഉമൊക്കെ നമുക്കും കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ചെയ്ത റിസൾട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ നമ്മൾ എത്തുകയും മാർക്കറ്റ് നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം തരികയും ഒക്കെ ചെയ്താൽ നമുക്കും ഇവിടെ മന്ത്ലി 10%-ന് മുകളിൽ ഗ്യാരണ്ടി എത്തിക്കാൻ പറ്റിയാൽ മാത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 100%-ന് മുകളിൽ പ്രോഫിറ്റ് കിട്ടേണ്ടതാണ്. നമ്മൾ ആക്ച്വലി ഒരു മാസം ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് 8.5% മാത്രമേ ഉള്ളൂ. കാരണം അത് വെച്ചിട്ട് നമുക്ക് ഒരു വർഷം 100%-ലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ എക്സ്പെർട്ട് ആകുന്നതിനനുസരിച്ച് ഇത് പ്രാക്ടീസ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുടക്കമില്ലാതെ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഈ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം ഇതിലൂടെ നമുക്ക് നമ്മുടെ പിഴവുകൾ കണ്ടെത്തി പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നതാണ്. അത് ഇത് കണ്ടിരിക്കുന്ന നിങ്ങൾക്കും സാധിക്കേണ്ടതാണ് എന്നതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെറിയൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്